തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള വിപുലമായ പരിശീലന പരിപാടികൾ ആരംഭിച്ചു. നവംബർ 25 മുതൽ 28 വരെ വിവിധ ബാച്ചുകളിലായി 28 കേന്ദ്രങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം 40% റിസർവ് ഉൾപ്പെടെ ആകെ 20,848 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഈ ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും സാങ്കേതിക വിവരങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോകാം. പ്രൊസീജിയർ ആണ്, എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമാണ്. എങ്കിലും ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് പോൾ പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ്. നിങ്ങൾക്ക് ആദ്യമേ പറയട്ടെ, എന്ത് സംശയമുണ്ട് എങ്കിലും നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കുന്നതിനുള്ള അവസരം തരാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം എന്നതിന് മാത്രമേ നിങ്ങളെ നിങ്ങളെ പറഞ്ഞേക്കൂ എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം. ഒരു പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് നമുക്കറിയാം, 3 തരങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലയിലെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 2789 ഡിവിഷനുകളും 4343 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. 12 നഗരസഭകളിലായി 566 പോളിംഗ് സ്റ്റേഷനുകളും 15 ബ്ലോക്കുകളിലായി 3777 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ വാണിയംപുഴ, കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം എന്നിവിടങ്ങളിലെ വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേകം ശ്രദ്ധമായത്. ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് 4343 പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും അത്രയും തന്നെ ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും 8686 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. ഇതുകൂടാതെ 289 സെക്ടറൽ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഡിസംബർ 6 നടക്കുന്ന 2ാം ഘട്ട റാൻഡമൈസേഷനോടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്തിമ പട്ടിക പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. സുഗമമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടന്നുവരുന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. CCN മലപ്പുറം.